പരിശീലകർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ എഴുതപ്പെട്ട പ്രബോധന സാമഗ്രികളുടെ ആകർഷകമായ ലോകത്തേക്ക് പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും എഴുതിയ നിർദ്ദേശ സാമഗ്രികൾ നിർവചിക്കുക, എഴുതപ്പെട്ട പ്രബോധന സാമഗ്രികളുടെ ഉപയോഗങ്ങൾ പ്രസ്താവിക്കുക, വിവിധ തരത്തിലുള്ള രേഖാമൂലമുള്ള നിർദ്ദേശ സാമഗ്രികൾ ലിസ്റ്റ് ചെയ്യുക, വിവിധ തരത്തിലുള്ള രേഖാമൂലമുള്ള നിർദ്ദേശ സാമഗ്രികൾ വിവരിക്കുക, രേഖാമൂലമുള്ള പ്രബോധന സാമഗ്രികൾ തയ്യാറെടുക്കുന്നതിന് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയുക. റിട്ടൺ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് WIM അധ്യാപന പഠന സാമഗ്രികളുടെ വികസനവും ഉപയോഗവും തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയിൽ അനിവാര്യമാണ്. പല വികസിത രാജ്യങ്ങളെയും പോലെ വേണ്ടത്ര പഠനോപകരണങ്ങളും പഠന സാമഗ്രികളും ഞങ്ങളുടെ പക്കലില്ല. അതിനാൽ പരിശീലനം നേടുന്നവരുടെ പഠിതാക്കളുടെ കാര്യക്ഷമമായ പ്രയോജനത്തിനായി ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രെയിനർ ഉപയോഗിക്കുമ്പോൾ മാത്രമേ മെച്ചപ്പെട്ട പഠന സാമഗ്രികൾ ലഭിക്കൂ. തൊഴിലധിഷ്ഠിത പരിശീലന സംവിധാനത്തിന് ആവശ്യമായ ഇൻപുട്ടുകൾ നിർമ്മിക്കാൻ ഇൻസ്ട്രക്ടർമാർക്ക് കഴിയേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു മാധ്യമ സംവിധാനത്തിലും മൾട്ടിമീഡിയയാണ് ലക്ഷ്യം. അതേസമയം മറ്റ് രേഖാമൂലമുള്ള നിർദ്ദേശ സാമഗ്രികൾ പ്രബോധന അധ്യാപന പഠന സാമഗ്രികളുടെ വികസനത്തിന്റെ ആരംഭ പോയിന്റുകളാണ്. ഈ ഇനങ്ങൾ ഒരു കിറ്റ് അല്ലെങ്കിൽ പാക്കേജ് ഫോമിൽ ലഭ്യമായിരിക്കും. കൂടാതെ പാഠപുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, സ്ലൈഡുകൾ, സിനിമകൾ, റെക്കോർഡിംഗുകൾ, ഇലക്ട്രോണിക് മീഡിയ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, ഓൺലൈൻ സേവനങ്ങൾ, മറ്റു പൊതുവായി അംഗീകരിക്കപ്പെട്ട നിർദ്ദേശ ഉപകരണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കാം. മേൽപ്പറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഹാർഡ്വെയറുകൾ രേഖാമൂലമുള്ള നിർദ്ദേശ സാമഗ്രികളായി കണക്കാക്കില്ല. ഒരു അധ്യാപകൻ തയ്യാറാക്കുന്ന വിഭവ സാമഗ്രികളാണ് ലിഖിത പ്രബോധന സാമഗ്രികൾ. 4 important uses of instructional material. A. ഏകീകൃത നിർദ്ദേശങ്ങൾ നൽകൽ. B. വ്യക്തിഗത പഠന പ്രശ്നങ്ങൾ പരിഹരിക്കൽ. C. ക്ലാസ് മുറിയിലും ഷോപ്പ് ഫ്ലോറിലും പഠന സമയം ലാഭിക്കൽ. D. പഠന സമയം വർദ്ധിപ്പിക്കൽ. ക്ലാസ് മുറിയിലും ഷോപ്പ് ഫ്ലോറിലും മികച്ച അവതരണത്തിനായി ഇൻസ്ട്രക്ടർ സ്വന്തം ഉപയോഗത്തിനായി തയ്യാറാക്കിയ WIM ഇനി പറയുന്നവയാണ്. A. പാഠ്യപദ്ധതി. B. പ്രദർശന പദ്ധതി. C. വിവര ഷീറ്റ്. D. ഓപ്പറേഷൻ ഷീറ്റ്. E. ജോബ് ഷീറ്റ്. F. പരീക്ഷണ ഷീറ്റ്. G. ജോലിക്ക് മുമ്പുള്ള ചെക്ക് ഷീറ്റ്. H. ഫൈനൽ ജോബ് ചെക്ക് ഷീറ്റ്. ലെസൺ പ്ലാൻ. പാഠ്യപദ്ധതി ഒരു വ്യക്തിക്കുള്ള പ്രബോധന കോഴ്സിന്റെ വിശദമായ വിവരണമാണ് പാഠ്യപദ്ധതി. സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പാഠം ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു ഇൻസ്ട്രക്ടർ തയ്യാറാക്കുന്നു. ഇൻഫർമേഷൻ ഷീറ്റ്. വിവര ഷീറ്റ് പഠിതാക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കിയ മെറ്റീരിയലുകളാണിത്. പഠനത്തിനായുള്ള അനുബന്ധ വിവരങ്ങളും നടപടിക്രമങ്ങളും നന്നായി മനസ്സിലാക്കാനും അറിവ് നേടാനും ഇത് സഹായിക്കുന്നു. അവ സാധാരണയായി സാങ്കേതിക വസ്തുതകൾ പോലുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. നിബന്ധനകളുടെ നിർവചനം, ആവശ്യമായ യന്ത്രങ്ങൾ, മെറ്റീരിയലുകൾ, ഉപകരണങ്ങൾ, വിവിധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളും തത്വങ്ങളും, പാഠപുസ്തകങ്ങളിൽ ലഭ്യമല്ലാത്ത മറ്റു വിവരങ്ങളും. ക്ലാസ് റൂം അധ്യാപനം അല്ലെങ്കിൽ ഷോപ്പ് സംഭാഷണങ്ങൾ അവലോകനം ചെയ്യുന്നതിനോ പഠിച്ച കാര്യങ്ങൾ അനുബന്ധമായി നൽകുന്നതിനോ ഉള്ള കാഴ്ചപ്പാടോടെയാണ് അവ എഴുതേണ്ടത്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ജോലി എന്നറിയാൻ ട്രെയിനിയെ പ്രാപ്തമാക്കാൻ ആവശ്യമായതെല്ലാം അവയിൽ അടങ്ങിയിരിക്കുന്നു. അസൈൻമെന്റ് ഷീറ്റ് ഒരു പ്രത്യേക പാഠത്തിന്റെ വിവരങ്ങൾ, കുറിപ്പുകൾ റഫർ ചെയ്തുകൊണ്ട് കൃത്യമായ ഉത്തരങ്ങൾ തയ്യാറാക്കുന്നതിനും എഴുതുന്നതിനുമായി പരിശീലനാർത്ഥിക്ക് നൽകുന്ന ഒബ്ജക്റ്റീവും ആത്മനിഷ്ഠവുമായ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അസൈൻമെന്റ് ഷീറ്റ് ഒരു ഇൻസ്ട്രക്ടർ തയ്യാറാക്കുന്നു. ജോബ് ഷീറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഷീറ്റ് വിശദമായ വിവര പോയിന്റുകൾ, ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമങ്ങൾ, ഒരു പ്രത്യേക വൈദഗ്ധ്യം പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ജോബ് ഷീറ്റും ഓപ്പറേഷൻ ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒരു ജോബ് ഷീറ്റിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യനായി ചെയ്യേണ്ട ജോലികളുടെ എണ്ണം, പ്രവർത്തനങ്ങളുടെ എണ്ണം അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഓപ്പറേഷൻ ഷീറ്റിൽ ഒരു പ്രത്യേക ചുമതല അല്ലെങ്കിൽ ഒരു നൈപുണ്യത്തിന്റെ പ്രത്യേക പ്രവർത്തനത്തിനായി പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഡെമോൺസ്ട്രേഷൻ പ്ലാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പരിശീലകൻ തയ്യാറാക്കിയ ഒരു പ്രായോഗിക പഠനത്തിന്റെയോ വൈദഗ്ധ്യത്തിന്റെയോ വിശദമായ വിവരണമാണ് ഡെമോൺസ്ട്രേഷൻ പ്ലാൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് പ്രബോധന സാമഗ്രികളുടെ അഭികാമ്യമായ സവിശേഷതകൾ ഇവയാണ്. A. കൃത്യമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകൽ. B. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ എഴുതുക. C. ഒരു ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമത്തിൽ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നു. D. ലളിതത്തിൽ നിന്ന് സങ്കീർണമായതിലേക്ക് പഠിക്കാൻ കഴിയുന്നത് നൽകുന്നു. E. ചിന്തയെ ഉത്തേജിപ്പിക്കാനും പഠനത്തെ സഹായിക്കാനും.
എഫ്. ലക്ഷ്യങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കാൻ നൽകിയിരിക്കുന്നു. ജി. പഠനവും ലക്ഷ്യപ്രാപ്തിയും പരിശോധിക്കുന്നതിനുള്ള സ്വയം പരിശോധനകൾക്കും മാനദണ്ഡ പരിശോധനകൾക്കും വേണ്ടി നൽകിയിരിക്കുന്നു. എച്ച്. കൂടുതൽ പഠനത്തിലുള്ള റെഫറൻസുകളായി നൽകിയിരിക്കുന്നു. ഒപ്പം ഐ. സുരക്ഷിതമായ തൊഴിൽ ശീലങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഗൈഡുകൾ. പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. രേഖാമൂലമുള്ള പ്രബോധന സാമഗ്രികൾ തയ്യാറാക്കുമ്പോൾ അധ്യാപകർക്ക് ഇനി പറയുന്ന പോയിന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. എ. ലളിതവും നേരിട്ടുള്ളതും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായ ഭാഷ ഉപയോഗിക്കുക. ബി. സപ്ലിമെന്റ് രേഖാമൂലമുള്ള വിവരങ്ങൾ ധാരാളം സ്കെച്ചുകൾക്കൊപ്പം നൽകണം. അത് ട്രെയിനിയെ വിവരങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സഹായിക്കും. സി. ആകർഷണീയമായ ലേഔട്ട് ഉപയോഗിക്കുന്നത്. ഡി. ആവശ്യമുള്ളിടത്തെല്ലാം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകൽ. ഇ. വിവരങ്ങളുടെ ഒരു അളവ് നൽകരുത്, പകരം അത്യന്താപേക്ഷിതമായ ഉള്ളടക്കങ്ങൾ പരിമിതപ്പെടുത്തുക. എഫ്. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങൾ നൽകുക. ജി. സിലബസ് പിന്തുടരുക, സിലബസ് ഉൾക്കൊള്ളുന്ന ശീർഷകങ്ങളും. എച്ച്. ആവശ്യമെങ്കിൽ കൂടുതൽ പഠനത്തിനായി റെഫറൻസുകൾ നൽകുക. ഐ. ഓരോ പഠന ജോലിയുടെയും അവസാനം അവരിൽ നിന്ന് കൃത്യമായി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാൻ പരിശീലനാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് ഞാൻ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളോ പഠനഫലങ്ങളോ വ്യക്തമായ രീതിയിൽ നൽകുന്നു. ട്രെയിനികളുടെ പഠിതാക്കളുടെ നിലവാരം കണക്കിലെടുത്ത് പ്രബോധന സാമഗ്രികൾ തയ്യാറാക്കണം. ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതും ലളിതമായ വ്യക്തമായ വാക്കുകൾ പ്രകടിപ്പിക്കേണ്ടതുമാണ്. തിരഞ്ഞെടുത്ത വിഷയങ്ങൾ ട്രെയിനികളുടെ അറിവുമായും ട്രെയിനികളുടെ കഴിവുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കണം. പരസ്പര ബന്ധം വിജ്ഞാനവുമായി സംയോജിപ്പിച്ചിരിക്കണം. പെഡഗോഗിയും ആൻഡ്രഗോഗിയുമായി ബന്ധപ്പെട്ട പഠന തത്വങ്ങൾ. താഴെ പറയുന്ന രീതിയിൽ ട്രെയിനിയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി വിഷയങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും ക്രമപ്പെടുത്തുകയും വേണം. ആവശ്യമായ കഴിവുകളും അറിവും മുൻകൂട്ടി പരിചയപ്പെടുത്തണം. അവ തുടർന്നുള്ള ഇനങ്ങളുമായി സംയോജിപ്പിച്ച് പ്രയോഗിക്കുന്നു. അറിവും വൈദഗ്ധ്യവും ഒരു കൂട്ടം വിവരങ്ങളിലൂടെയും ക്രമേണ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്ന ചുമതലകളുടെയും നേടിയെടുക്കുന്നു. ഒരു ജോലിയിൽ നേടിയെടുത്ത വൈദഗ്ധ്യം അറിവും ഉടനടി ഒരു എക്സസൈസായും അസൈൻമെന്റായും ഉപയോഗിക്കുന്നു. രീതിശാസ്ത്രം, സ്വയം പഠനം, പ്രോഗ്രാംഡ് ലേണിംഗ്, എക്സസൈസ് ഷീറ്റ് മുതലായവ. രേഖാമൂലമുള്ള പ്രബോധന സാമഗ്രികൾ, അതിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ വിവിധ തരങ്ങൾ വിവരിക്കുക. അത് തയ്യാറാക്കുന്നതിനായി മനസ്സിൽ സൂക്ഷിക്കേണ്ട പോയിന്റുകൾ സംക്ഷിപ്തമാക്കൽ എന്നിവയായിരുന്നു വിഷയം. വിദ്യാഭ്യാസത്തിലെ രേഖാമൂലമുള്ള പ്രബോധന സാമഗ്രികളുടെ ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു പുതിയ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കൂ.